സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന ഒരു പ്രമേയം കഴിഞ്ഞ ദിവസം UN ജനറൽ അസംബ്ലി പാസാക്കുകയുണ്ടായി. ഐക്യരാഷ്ട്രസഭയിലെ 193 അംഗരാജ്യങ്ങളിൽ 142 രാജ്യങ്ങളും ഫലസ്തീന് ഒരു സ്വതന്ത്ര ഫലസ്തീൻ സ്റ്റേറ്റിന് അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ 10 രാജ്യങ്ങൾ എതിർത്ത് വോട്ട് ചെയ്യുകയുണ്ടായി. 12 രാജ്യങ്ങൾ വിട്ടുനിൽക്കുകയും ബാക്കി രാജ്യങ്ങൾ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്തു. വിട്ടുനിന്ന എതിർത്ത് വോട്ട് ചെയ്ത രാജ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അത് ഒരു സ്ഥിരം പാറ്റേൺ നമുക്ക് കാണാൻ കഴിയും. സ്വാഭാവികമായും അമേരിക്കയും ഇസ്രായേലും എന്നും സ്വതന്ത്ര ഫലസ്തീനെതിരാണ്. അവർ എതിരായിട്ട് വോട്ട് ചെയ്തു. അതോടൊപ്പം ചേരാറുള്ള മറ്റു രാജ്യങ്ങൾ അത് സമാന സ്വഭാവത്തിലുള്ള തന്നെയാണ്. മുമ്പും ഇന്നും അതുപോലെ തന്നെ. ഉദാഹരണമായി അർജന്റീന, ഹംഗറി തുടങ്ങിയ രാജ്യങ്ങൾ ഫലസ്തീനെതിരാണ്. പിന്നെയുള്ളത് വളരെ നമ്മൾ കേൾക്കുക പോലും ചെയ്യാത്ത കുറേ രാജ്യങ്ങളാണ്. ടോഗോ, പാപ്പുവ ന്യൂഗിനിയ തുടങ്ങിയ വളരെ ചെറിയ, മൈക്രോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ. അതവർ അമേരിക്കക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ്. അമേരിക്കയുടെ സഹായം വാങ്ങി അമേരിക്കയുടെ മൂടുതാങ്ങികളായി പ്രവർത്തിക്കുന്ന രാജ്യങ്ങളാണ് അവ. അപ്പോൾ അത് സ്ഥിരമായിട്ട് തന്നെ ഈ 10 രാജ്യങ്ങൾ എപ്പോഴും ഫലസ്തീനെതിരാണ്. അത് ഇനിയും അങ്ങോട്ട് പ്രതിരായിരിക്കും. പക്ഷേ വിട്ടുനിന്ന രാജ്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൗത്ത് സുഡാൻ, ക്രിസ്ത്യൻ ഭൂരിപക്ഷ സൗത്ത് സുഡാൻ, അതുപോലെ തന്നെ എത്യോപ്യ, അൽബേനിയ തുടങ്ങിയ രാജ്യങ്ങളുണ്ട്. സൗത്ത് സുഡാനെ ഞാൻ പ്രത്യേകം പറയാൻ കാരണം, ഈ സൗത്ത് സുഡാൻ എന്ന് പറയുന്ന രാജ്യം, ജൂബ തലസ്ഥാനമായിട്ടുള്ള ഈ രാഷ്ട്രം ഉണ്ടായത് തന്നെ സുഡാനിൽ നിന്ന് വേർപിരിഞ്ഞുകൊണ്ടാണ്. നേരത്തെ സുഡാന്റെ ഭാഗമായിരുന്ന സൗത്ത് സുഡാൻ കൂടുതൽ എണ്ണ ഖനന മേഖലയുള്ള പ്രദേശം വേർപിരിഞ്ഞ് ക്രിസ്തീയ ഭൂരിപക്ഷമുള്ള സൗത്ത് സുഡാന് മാറുകയാണ് ഉണ്ടായത്. അമേരിക്ക ഇടപെട്ടിട്ടാണ് അത് ആദ്യത്തെ പിരിച്ച് രണ്ടാക്കിയത്. പക്ഷേ ആ രാജ്യം ഫലസ്തീൻ്റെ കാര്യം വന്നപ്പോൾ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ അധിനിവേശത്തെ അവർ അതോടൊപ്പം ചേർന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ യോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ന്യൂയോർക്ക് ഡിക്ലറേഷൻ പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ അത് നടപ്പിലാക്കിയതാണ് പറയുന്നത്. എന്ന് വെച്ചാൽ കഴിഞ്ഞ ജൂലൈയിലാണ് ഫ്രാൻസും സൗദി അറേബ്യയും ചേർന്നുകൊണ്ട് ന്യൂയോർക്ക് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രഖ്യാപനം UN സമ്മേളനം നടത്തിയത്. അതിൻ്റെ തുടർച്ചയായിട്ട് വരാനിരിക്കുന്ന അടുത്ത ആഴ്ച ആരംഭിക്കുന്ന UN വാർഷിക ജനറൽ ബോഡിയും ഈ വിഷയം ചർച്ച ചെയ്യും. അപ്പോൾ അമേരിക്ക എക്കാലവും ഇത് വീറ്റോ ചെയ്യുന്ന ഉറപ്പാണ്. അപ്പോൾ രക്ഷാസമിതിയിൽ ഒരിക്കലും സ്വതന്ത്ര ഫലസ്തീൻ ഉണ്ടാവുകയില്ലെങ്കിലും രക്ഷാസമിതിക്ക് പുറത്ത് മറ്റ് രാജ്യങ്ങളൊക്കെ ചേർന്നുകൊണ്ട് സ്വതന്ത്ര ഫലസ്തീൻ ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെ നമുക്ക് കരുതാം.